ശാലിനിയെ ശ്യാമയുടെ രോഹിത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാമ ക്ഷണിക്കാൻ പോയിരിക്കുന്നത് 100 മനസ്സോടെയാണെങ്കിലും ഏതു നിമിഷവും ഭാമ തിരിയാം. സ്നേഹിക്കാനുള്ള മനസ്സൊക്കെ ഭാമയ്ക്കുണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അത് അവളുടെ മനസ്സിൽ അവൾ അറിയാതെ തന്നെ കടന്നുകൂടിയ താനെന്ന ഭാവം തന്നെയാണ് അതിന് പ്രധാന കാരണവും. അതിന് ഒരു കണക്കിന് ഞാനും ഉത്തരവാദിയാ. ചില വിട്ടുവീഴ്ചകൾ എല്ലാം ഞാനായിട്ട് പലപ്പോഴായിട്ടും അംഗീകരിച്ചു കൊടുത്തപ്പോ അതവൾ ആസ്വദിച്ചു. ക്രമേണ ഈ വീടിന്റെ ഉത്തരവാദിത്വം അവളിൽ മാത്രമായി. എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം കൂടി നഷ്ടപ്പെട്ടപ്പോ പൂർണ്ണമായും ഈ വീടിന്റെ ഭരണം ഭാമ ഏറ്റെടുത്തു. പിന്നീട് അവള് തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഞാൻ മാറിയതും ഞാൻ മുറിക്കുള്ളിൽ ഒതുങ്ങിയതും എല്ലാം വിധി. എന്റെ കൈപ്പിടിയിൽ നിന്ന് കുടുംബത്തിന്റെ പിടിവിട്ടപ്പോ തകർന്നത് വിഷ്ണുവിന്റെ ജീവിതമാ. പൊട്ടിപ്പോയ പട്ടം പോലെ എന്റെ കുഞ്ഞലഞ്ഞു തിരിയുക. ഭാമ മാറണം, എന്നേക്കുമായിട്ട് മാറണം. എന്നാലേ ഈ വീട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാവും. ഭഗവാനെ, ശാലയെ വിളിക്കാനായിട്ട് ശാരദാമ്മയുടെ വീട്ടിൽ ഭാമ പോയിട്ടുണ്ട്. ഒരനിഷ്ടവും ഉണ്ടാവാതെ എല്ലാം നല്ല രീതിയിൽ നടത്തിത്തരണേ ഭഗവാനെ. അവളിവിടെ നിറങ്ങിയ നിമിഷം മുതല് ചങ്കിനകത്ത് തീയ. ചെറിയൊരു വാക്ക് മതി ഭാമയുടെ തീരുമാനം മാറാൻ. ഭഗവാനെ, നീ തന്നെയാണ് ആശ്രയം. അച്ഛാ, വിഷ്ണു അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി എന്നാ അച്ഛാ? അതിപ്പോ എന്നാ? പറയച്ചാ, ഒരു അത്യാവശ്യ കാര്യത്തിനല്ലേ ചോദിക്കുന്നേ. മോളിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ അച്ഛനൊന്ന് ആലോചിക്കണ്ടേ? ഇത്ര മാത്രം ആലോചിക്കാൻ എന്താ? മോളുടെ പ്രായത്തിലുള്ള ആളല്ലല്ലോ അച്ഛൻ. അതിന്റെ സ്വല്പം മറവിയും പ്രായത്തിന്റെ വേഗക്കുറവും ഒക്കെ ഉണ്ടല്ലോ. ആ, എന്നാ പിന്നെ വേഗം ആലോചിക്ക്. കിട്ടിയോ? ആ, കിട്ടി വരുന്നു. അച്ഛാ, കളിക്കല്ലേ, ഇവിടെ ഞാൻ മുള്ളേ നിക്കുവാ. അപ്പോഴാ അച്ഛന്റെ ഒരു കോമഡി.